പക്ഷെ ഫില്ലേഴ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ലേഴ്സ് ഒരു വ്യക്തിയുടെ മുഖത്തിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു ഫില്ലേഴ്സ് പൂർണ്ണമായി അലിഞ്ഞു പോകും എന്നുള്ളതാണ് അതെ. ഓവർ എ ആ. പീരീഡ്. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫില്ലേഴ്സ് ഒക്കെ ബോഡിയിൽ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓ. ഒന്ന്. രണ്ടാമത് ഒരുപാട് പേര് സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഐഡന്റിക്കൽ ഫേസ് ആയി മാറി എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മുഖമായി നമ്മള് മാറുന്നു. സിനിമാ നടിമാരെ നോക്കി കഴിഞ്ഞാൽ സമാന്താനെ പോലെ നമ്മുടെ മലയാളത്തിൽ സംയുക്ത മേനോനുണ്ട്. ഒരുപിടി പേര് അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സൂര്യ ശ്രദ്ധിക്കുകയാണെങ്കിൽ പീപ്പിൾ ഈ പറയുന്നവരൊക്കെ മെല്ലെ 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 ഫില്ലേഴ്സിൽ നിന്ന് പിന്നോട്ട് പോവാണ്. അതാണ് ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ട്രെൻഡ്. കാരണം എനിക്ക് വിഷമമുണ്ട്, ചില ഡോക്ടർമാർ എന്താണെന്ന് വെച്ചാൽ എന്ത് അസുഖത്തിനും ഉള്ള ഒരു മരുന്നായി മാറിയത് ഫില്ലേഴ്സ് ആൻഡ് ബോട്ടോക്സ്. എന്ത് അസുഖം എന്ന് പറഞ്ഞാൽ മുഖ സൗന്ദര്യത്തിന് എന്ത് ചികിത്സ. എനിക്ക് പ്രായം കുറഞ്ഞു അപ്പൊ ബോട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ്, എനിക്ക് ചുളിവുണ്ട് അപ്പൊ ബോട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ്, എനിക്ക് താടി നീട്ടണം ബോട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ്. അപ്പോൾ എല്ലാത്തിനും ബോട്ടോക്സ് അല്ലെങ്കിൽ ഫില്ലേഴ്സ്. അപ്പോൾ പക്ഷേ അതൊരു മോശമായ ഒരു ട്രെൻഡാണ്. അത് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു 1-2 വർഷം കൊണ്ട് നല്ലൊരു മെജോറിറ്റി ജനങ്ങളും ഈ ഫില്ലേഴ്സിൽ നിന്ന് പിന്നോട്ട് വലിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മളുടെയൊക്കെ കാണാൻ വരുന്ന വ്യക്തികളൊക്കെ മെല്ലെ 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 ഫില്ലേഴ്സിൽ നിന്ന് വേണ്ട എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു ട്രെൻഡാണ് വരുന്നത്.